നമ്മുടെ ഓണാഘോഷത്തിന്റെ CTMA കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ആവണി പൂരങ്ങാര മുമ്പ് ഒരു ചെറിയൊരു കടമ നമുക്ക് നിർവഹിക്കാനുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ഒരു ദുരന്തം നമ്മളെ ഏവരെയും തന്നെ വേദനിപ്പിക്കുന്നതാണ്. ഏതാണ്ട് 41ഓളം ആളുകൾ മരിക്കാനിടയുണ്ടായ സംഭവം ഒരു സ്റ്റംപീഡിൽ മരിക്കുകയുണ്ടായി. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട CTMAയുടെ മുൻ സെക്രട്ടറി കൂടിയായിരുന്ന CK ഗോപാലകൃഷ്ണൻ ഇന്നലെ കോയമ്പത്തൂരിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. ഇവർക്കൊക്കെ തന്നെ ഒപ്പം ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ മലയാളി സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ ഒരുപാട് പേർ നമ്മളോട് ഇന്ന് ഇല്ലാതെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടി അവർക്കൊക്കെ തന്നെ നമ്മളുടെ അവരുടെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടി ഈ വന്നിരിക്കുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരോടും ഒരു നിമിഷം മൗനമാചരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ഉത്സവിലും ആര്യ പങ്കെടുത്തിരുന്നു. ആര്യ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഗോപിനാഥ് മുതുകാട്, വീണ്ടും പറയുന്നത് പോലെ നമ്മുടെ ഗോപിനാഥ് മുതുകാട് അവർ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗമാണ്. ഗോപിനാഥ് മുതുകാട് ഏതാണ്ട് കഴിഞ്ഞ ഒരു 2 വർഷത്തിൽ ഏതാണ്ട് 4ാമത് തവണയാണ് CTMAയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം. എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് ഓണം നന്നായി നടക്കും. അതുപോലെ തന്നെ ഓണം നമുക്കൊരു ദേശീയ ലീവായി കിട്ടാൻ നമ്മൾ പ്രവർത്തിക്കണമെന്ന് ഭാരവാഹികളോട് ഞാൻ പറയുകയാണ്. ഇന്ന് തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും പ്രധാന മുഖ്യമന്ത്രിമാർ വളരെ സ്നേഹത്തോടുകൂടി പിന്നെ ന്യായപരമായ ചില കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് വരുന്നു. ഈ സമയത്ത് തീർച്ചയായും ഇത് നമുക്ക് സാധിക്കുന്നൊരു കാര്യമാണ്. ഓണത്തിനൊരു ദേശീയ ഓണം മുഴുവനും തമിഴ്നാട്ടിലും കേരളത്തിൽ ആഘോഷിക്കുന്ന പോലെ തന്നെ ഇവിടെ ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ എടുക്കണം. മലയാളികൾക്ക് ഇത് സാധിക്കും. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും CTMA ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുക. പിന്നെ ഇത് മലയാളികൾ ലോകം മുഴുവനും ആഘോഷിക്കുന്ന ഒരു ഓണം ആഘോഷമാണ്. കാരണം മലയാളികൾ ലോകം മുഴുവനുമുണ്ട്. ഇന്ന് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. പക്ഷേ സെക്കൻഡ് ഞാൻ വിചാരിക്കുന്നത് മലയാളമാണെന്നാണ്. കാരണം ലോകം ഒരു കാലത്ത് 100-200 കൊല്ലങ്ങൾ ഇവിടുത്തെ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഇവിടുത്തെ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയെങ്കിൽ തീർച്ചയായും മലയാളി ലോകം മുഴുവനുള്ള മലയാളികളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സെക്കൻഡ് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ മലയാളം നമ്മുടെ ദേശീയ ലാംഗ്വേജ് ആകും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം അത്രയും മലയാളികൾ എല്ലാ നാട്ടിലുമുണ്ട്. ഒരു സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമകളാണ് മലയാളികൾ. അപ്പോൾ തീർച്ചയായും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തണം. പക്ഷെ എങ്ങനെയാണെങ്കിൽ നമ്മൾ രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ ഉപേക്ഷിച്ച് മലയാളി എന്ന ഒരു ഫീലിംഗ് നമ്മളുണ്ടാകണം. അതോടെ കണ്ടാൽ മലയാളിയെ കെട്ടിപ്പിടിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. അതാണ് നമ്മുടെ സംസ്കാരം. അതായിരിക്കണം നമ്മുടെ സംസ്കാരം. നിങ്ങളും ഞാനും ഒന്നാണെന്നുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ യോജിപ്പോടുകൂടി നമുക്ക് വലിയ ലോകത്തെ തന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. മലയാളിയുടെ യോജിപ്പ്, മലയാളി തമിഴന്മാർ നമ്മൾ എവിടെ താമസിക്കുന്നോ എവിടെ കുടിയേരിക്കുന്നോ അവിടുത്തെ സഹോദരന്മാരായി കൂടിച്ചേർന്ന് അവരെ സംസ്കാരമായി കൂടിച്ചേർന്ന് അവരുടെ സംസ്കാരത്തെ ഇണഞ്ഞുകൊണ്ടുകൊണ്ട് അവരോടുള്ള എല്ലാ സഹോദരന്മാരോട് ഒരു പെരുമാറ്റം കൊണ്ട് അവരെ നമ്മൾ സ്വന്തമായി കണക്കാക്കി നമ്മുടെ സഹോദരങ്ങളെ കണക്കാക്കി പെരുമാറ്റമുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംസ്കാരമാണ് നമ്മൾ മലയാളികൾക്കുള്ളത്. എവിടെ ചെന്നാലും മലയാളികൾ ഇന്ന് ഇന്ത്യയിലെ എല്ലാ മലയാളികളും ഒരു വിധത്തിൽ പ്രമുഖരായ എല്ലാ മലയാളികളെയും പരിചയപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ പറയാണ്, മലയാളികൾ വളരെ ചെറിയ രീതിയിൽ വലിയ വരെ മലയാളികളുണ്ട്. അവർക്കൊക്കെ കേരളത്തിലും മലയാളത്തോടും വലിയ സ്നേഹമാണ്. ആ മലയാള സ്നേഹം മലയാള സ്നേഹം വെറും ഭാഷ മാത്രമായിരിക്കരുത്. നമ്മൾ ഓരോരോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം ഞാൻ ഒന്നാണെന്നുള്ള ബോധത്തിൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ചാൽ തീർച്ചയായും നമുക്ക് സഹോദരൻ നല്ലൊരു സ്നേഹമുള്ള രാജ്യത്തെ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ശശി തരൂർ, പിന്നെ ഇവിടെ മുതുകാടൊക്കെ ഇവിടെയുണ്ട്. ശശി തരൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അഭിമാനമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് അവരെ പോകുന്നത് കാരണം പല കാര്യത്തിലുമുണ്ട്. ഇന്ന് പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സമയത്ത് അദ്ദേഹം എടുത്ത നിലപാട് രാഷ്ട്രീയത്തിന് അതീതമായൊരു നിലപാടെടുത്ത് രാജ്യസ്നേഹിയായ ഏതൊരു മനുഷ്യനും എടുക്കേണ്ട തീരുമാനമാണ് ശശി തരൂർ അന്ന് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അഭിമാനമുണ്ട്. അങ്ങനെ ഒരു മലയാളി ഈ സ്റ്റേജിലിരിക്കും CTMAൻ്റെ പേരിലിരിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ ഇവിടെ
അന്തസ്സ് കൂടിയിരിക്കുകയാണ്. രണ്ടാമത് നമ്മൾ ഗോപി മുതുകാട് എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും വിലക്ക് വാങ്ങാൻ കഴിവുള്ള ഒരു താന്ത്രികനാണ്. താന്ത്രികൻ എന്ന് വെച്ചാൽ താന്ത്രികൻ എന്ന് പറഞ്ഞാൽ മെജിഷ്യനാണ്. ആ മെജിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഓരോ മെജിഷ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത് ദുരുപയോഗപ്പെടുത്തിയാൽ ഇന്നത്തെ ആൾ ദൈവത്തെക്കാൾ എത്രയോ വലിയ ദൈവമായി മാറുന്നുണ്ട്. പക്ഷെ അത് മാറ്റിക്കൊണ്ട് ശരി യഥാർത്ഥത്തിൽ അതൊരു സയൻസാണ് എന്ന് മാത്രം കാണിച്ചുകൊണ്ട് അതൊരു മായാജാലമാണെന്ന് കാണിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹം എല്ലാം നിർത്തി സാധാരണ അംഗവൈകല്യം വന്ന കുട്ടികൾക്ക് വേണ്ടി ഇന്ന് ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നടത്തുന്ന തിരുവനന്തപുരം നടത്തുന്ന ആ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഞാനൊരു 5-10 6-7 വർഷങ്ങൾക്ക് മുമ്പേ പോയപ്പോൾ സ്വന്തം അമ്മയെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇന്ന് അവിടെ സംഗീതത്തിൽ അതായത് നമ്മുടെ പഴശ്ശിരാജയിലെ ഒരു പാട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പാട്ട് അവർ ആലപിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അത്ര അന്തസ്സായിട്ട് പാടുന്ന കണ്ടു. അതിൻ്റെ കാരണം അവരുടെ പെരുമാറ്റം, അവിടെ സ്നേഹത്തോട് പെരുമാറി അവർക്ക് വേണ്ട ത്യാഗം ചെയ്യുന്ന ഒരു ജീവിതമാണ് ഞാൻ അവിടെ മുതുകാടിൽ കണ്ടത്. തീർച്ചയായും അങ്ങനെയുള്ള മനുഷ്യബന്ധമുള്ള മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് മുതുകാട് സാർ. അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. ഇവിടെ മെജിഷ്യൻ എന്ന രീതിയിലല്ല, ആ മെജിഷ്യന് എത്രയോ പാർശ്വത്തിൽ സമ്പാദിക്കാം. അതൊക്കെ വിട്ടുകൊണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അച്ഛനമ്മമാർ ഒരു കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യം വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അവസരപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ വേഷം. അങ്ങനെ 10-200 കുടുംബം അദ്ദേഹത്തിന് ഏറ്റെടുത്ത് അദ്ദേഹം നടത്തുകയാണ്. അദ്ദേഹത്തിനും ഞങ്ങൾക്ക് എൻ്റെ ബഹുമാനസ്പരമായ എല്ലാ അഭിമാനവും ഞങ്ങളോട് ബോധിപ്പിക്കുകയാണ്. പിന്നെ എല്ലാവരും തന്നെ ആര്യ 10 നിറയെ അഭിനയിച്ച് മലയാളികൾക്ക് ഒരു അഭിമാനം. കാരണം തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല ഒരു നടൻ എന്ന പേര് അദ്ദേഹം സമ്പാദിച്ചു കഴിഞ്ഞു. ആ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴാണ് ഉൾപാർട്ടി ജനാധിപത്യം വെറും നാമനിർദ്ദേശമല്ലെന്ന് സ്വന്തം പാർട്ടിയെയും മറ്റു പാർട്ടികളെയും ഓർമ്മിപ്പിക്കുക കൂടിയാണ് ആ തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം ചെയ്തത്. ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയിൽ തിരുവനന്തപുരം കോമ്പൻസിന്റെ മുഖ്യ രക്ഷാധികാരിയാണ്. ആ പ്രമോ വീഡിയോസ് ഒക്കെ വളരെ വൈറലാണ് സർ. വി എൻജോയ് ദാറ്റ് സോ മച്ച്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് കേൾക്കുമ്പോഴാണ് നമ്മളൊക്കെ ഇത്രയും നാൾ സംസാരിച്ചത് വേറെന്തോ ആയിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ആകർഷകമായ വാഗ്മികത, ഏത് ചോദ്യത്തിന് മുന്നിലും പതറാത്ത ശാന്തതയും സൗമ്യതയും. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഓവർടേക്ക് ചെയ്യുന്നത് വരെ ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഇന്ത്യക്കാരൻ. ലോകത്തിന് മുന്നിൽ മലയാളികളുടെ അഭിമാനം ഡോക്ടർ ശശി തരൂർ MP. സാർ, ഇന്ന് ഈ വേദി അങ്ങയിലൂടെ ഏറെ ധന്യമായിരിക്കുന്നു. ഏറെ ആദരവോടെ അങ്ങയെ ക്ഷണിക്കുകയാണ്. അങ്ങയെ പൊന്നാട അണിയിച്ച് ആദരിക്കാനായി ശ്രീ ഡോക്ടർ AV അനൂപ് അവർകളോട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ഉപഹാരം സമ്മാനിക്കാനായി ശ്രീ TV വിജയകുമാർ അവர்களോട് അഭ്യർത്ഥിക്കുന്നു. ഒരു സ്നേഹോപഹാരം കൂടി സമ്മാനിക്കാനായി ശ്രീ BC പ്രവീൺ അവர்களോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ശശി തരൂരിന്റെ ഉദ്ഘാടന പ്രസംഗം. സർ, ആ വാഗ്ധോരണിക്കായി ഞങ്ങൾ ഇതാ കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ എല്ലാവരും പേരെടുക്കുന്നില്ല. പക്ഷേ CTM-യുടെ ചെയർമാനും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഓണററി പ്രസിഡന്റും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭാരവാഹികളും എന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന സെക്രട്ടറി ജനറൽ, ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ബഹുമാന്യരെ, നമ്മളുടെ ഇടയിൽ ഇരിക്കുന്ന മഹാജനങ്ങളെ,
സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വലിയ സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇവിടെ ഈ ആവണി പൂരങ്ങൾ ഈ വാക്ക് ആദ്യ തവണ കേൾക്കുകയാണ്. ആവണി പൂരം 2025 പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ഈ CTMA എന്ന് പറഞ്ഞൊരു സ്ഥാപനം കുറച്ചായിട്ട് നമ്മളുടെ പ്രസിഡന്റ് പ്രവീൺ പറഞ്ഞ പോലെ കുറച്ചായിട്ട് എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. ഈ തവണ വരാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമാണ്. ഇത്ര തമിഴ്നാട് താമസിക്കുന്ന മലയാളികളെ കാണാനും അതിൻ്റെ നേതൃത്വത്തിൽ അവര് ഈ സ്ഥാപനത്തിനെ 30 വർഷമായിട്ട് ഇങ്ങനൊരു ഊർജ്ജസ്വലമായ വേദിയായിട്ട് തമിഴ്നാട് മലയാളികളുടെ ഒരു വേദിയായിട്ട് അവരെ നയിച്ചു കൊണ്ടുവന്നതിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും കൺഗ്രാറ്റുലേഷൻസും പറയട്ടെ. നിങ്ങളെല്ലാവരും കാണുമ്പോൾ നിങ്ങളുടെ എണ്ണം, നിങ്ങളെ ഇവിടെ എല്ലാം ഇരുന്ന് കേൾക്കാനും നിങ്ങൾ കാണിക്കുന്ന ആ ക്ഷമയും ആ സന്തോഷം ഞാൻ പങ്കെടുക്കുന്നു. ഇത് വെറും ഒരു ഓണം ആഘോഷം മാത്രമല്ല. ഓണം നമ്മളെല്ലാവരും ഒരു ദിനത്തിൽ ആഘോഷം കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ശരിക്ക് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഒരു ബന്ധത്തിൻ്റെ ഒരു ആഘോഷമാണ്. നമ്മളെല്ലാ വിധത്തിലും രണ്ട് അയൽവാസികൾ ശരിക്ക് ഒരേ ഒരു നാട് പോലെ, ഒരു ഷെയർഡ് ജോഗ്രഫി, ഒരേ ചരിത്രം, ഒരേ ഇതിഹാസം, ഒരേ ഭാവി നമ്മൾക്ക് കുറേ നൂറ്റാണ്ടുകളായിട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു മാതൃകയാണ് ഇന്നത്തെ കൂട്ടായ്മ. അപ്പോൾ ആ ചരിത്രം, ആ ഭാഗ്യം, അതിനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത്. ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കില്ല. എനിക്കറിയാം നമ്മുടെ ഗോപിനാഥ് മുതുക്കാടിൻ്റെ മാജിക്കും ശ്രീ ആര്യയുടെ മസിൽസും കുറേ പാട്ട് കച്ചേരിയും ഒക്കെ വരാൻ പോകുന്ന സ്ഥിതിയിൽ ദീർഘമായിട്ട് പ്രസംഗിക്കാൻ ആർക്കും ഒരു ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നെക്കുറിച്ച് ഇത്ര സ്നേഹവാക്ക് നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ ചെയർമാനും പറഞ്ഞ ശേഷം ഒരു ചെറിയൊരു മറുപടി കൊടുക്കണം. അവരുടെ ഇത്ര നല്ല എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകളെ കുറിച്ച് എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. രണ്ടാമത്, ഇതൊരു പുതിയ വിശ്വാസമല്ല. 2009 ഞാൻ ആദ്യം രാഷ്ട്രീയത്തെ ഇറങ്ങുമ്പോൾ എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകമായിരുന്നു. അത് കഴിഞ്ഞ് 4 തെരഞ്ഞെടുപ്പിന് ഈ ഒരേ വാചകത്തെ എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അത്? ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതുപോലെ ഞാൻ പറയട്ടെ, രാഷ്ട്രം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതാണ് എൻ്റെ വിശ്വാസം. അത് ഈ 17 വർഷം രാഷ്ട്രീയത്തിലും ആ വിശ്വാസം ഞാൻ മുമ്പോട്ട് വെച്ചിട്ടാണ് എൻ്റെ എല്ലാ പ്രവർത്തനവും ചെയ്തിരിക്കുന്നത്. എൻ്റെ എല്ലാ പ്രഭാഷണവും, എല്ലാ വിശ്വാസവും, എല്ലാ ആക്ഷൻസും ആ വിശ്വാസത്തിലാണ്. ഞാൻ എന്നെ ചിലർ കുറ്റം പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷെ അതിനോട് ഞാൻ മറുപടി പറയുന്നത് നെഹ്റുവിൻ്റെ വാക്കിലാണ്. പണ്ഡിറ്റ് നെഹ്റുജി ഒരു പ്രധാനപ്പെട്ട ഒരു വരി പറഞ്ഞു ഇംഗ്ലീഷിൽ: "Who lives if India dies?" ഇന്ത്യ മരണപ്പെട്ടാൽ ആരാ ജീവിക്കാൻ പോണം? ആ ചോദ്യത്തിന് വേറെ ആർക്കും മറുപടിയില്ല. അപ്പൊ എല്ലാത്തിനും എപ്പോഴും നമ്മുടെ ഭാരതം മുന്നോട്ട് വെക്കണമെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവര് നല്ല വാക്കിനെ ഒരിക്കലും കൂടി എൻ്റെ ഹൃദയം നടന്ന് നന്ദി പറയാം. ശരിക്കും നമ്മൾ തമിഴ്നാടും കേരളത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരു വിധത്തിൽ വെസ്റ്റേൺ ഘാട്സിനെ ഒരു ഡിവൈഡിങ് ലൈൻ പോലെ കാണാം, ഒരു വേര് തീർവ് പോലെ കാണാം. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അത് സെപ്പറേഷൻ അല്ല. ആ വെസ്റ്റേൺ ഘാട്സ് പല വിധത്തിലും ഒരു പാലമായിരുന്നു നമ്മൾ രണ്ട് സംസ്ഥാനങ്ങളുടെ ഇടയിൽ. നമുക്കറിയാം പാലക്കാട് ഗ്യാപ്പുണ്ട്. ഞാനൊരു പാലക്കാടുകാരനാണ്. അച്ഛനമ്മയും രണ്ടാളും പാലക്കാട് ജനിച്ചവരാണ്. പിന്നെ അരൽബായി വഴി പാസുണ്ട്. അതിൻ്റെ ഒപ്പം തേങ്കാശിയും ഇടുക്കിയും ഒക്കെ കുറേ നൂറ്റാണ്ടുകളായിട്ട് 2000 വർഷങ്ങളായിട്ട് നമ്മുടെ നാടുകളെ ഒന്നാക്കിയിട്ടുണ്ട്. അതിൽ വ്യാപാരികളും തീർത്ഥാടകരും വിദ്വാൻമാരും കവികളും കൽപ്പണിക്കാരും അതിൻ്റെ ഒപ്പം ഈ നമ്മുടെ കൈത്തറ ചെയ്യുന്നവരും ഭരണാധികാരികളും പട്ടാളക്കാരും എല്ലാവരും ഈ രണ്ട് വഴിക്കും പോയിക്കൊണ്ടിരുന്നിട്ടുണ്ട് 10,000 വർഷങ്ങളായി. അവർ കച്ചവടം മാത്രം ചെയ്യാനല്ല, പക്ഷെ അതിനൊപ്പം
ഓരോരു ചിന്ത, ഓരോരു ആലോചന, ഓരോരു ഭാഷകൾ, ഓരോരു രീതികൾ, ഓരോരു പരമ്പര, ഓരോരു ആത്മീയ പരമ്പരയും കൂടി അവർ ഈ രണ്ട് സംസ്ഥാനത്തിനിടയിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് these mountain passes were not borders of separation. They were doorways of friendship. സൗഹാർദ്ദത്തിൻ്റെ കാവലുകളായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ തമിഴ്നാടിനെയും കേരളത്തിനെയും വേറെയായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. ഓരോരു കാലത്തിൽ ചേര ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ചോള ഭരിക്കുമ്പോൾ, പാണ്ഡ്യ ഭരിക്കുമ്പോൾ എന്തൊക്കെ ബന്ധങ്ങളുണ്ടായിരുന്നു. ചേര രാജകുടുംബം ഇപ്പോഴത്തെ കേരളത്തിന് മാത്രമല്ല, പടിഞ്ഞാറ് തമിഴ്നാടിനെയും ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചോളാസ് പലതവണ ചേരാനായി ആക്രമണിച്ചു, അതിനൊപ്പം തവണ സ്നേഹവും ചെയ്തു. എന്നിട്ട് കോൺഫ്ലിക്റ്റും കൾച്ചറൽ ബ്ലെൻഡിങ്ങും രണ്ടും ഒരുമിച്ച് പോയതാണ്. ആര്യ രാജവംശം, ഞാൻ ഇപ്പോൾ പ്രതിനിധിയായി വരുന്ന തിരുവനന്തപുരത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഭരിച്ചവരെ, അവര് കേരളവും തമിഴ്നാടും എന്താ വ്യത്യാസങ്ങളുണ്ട്? എല്ലാം ഒന്നായി. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മദ്രാസ് പ്രസിഡൻസിയിൽ മലബാറും കോയമ്പത്തൂരും മധുരയും തഞ്ചാവൂരും എല്ലാം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ആയിരുന്നു, ഒരു പ്രസിഡൻസി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല, ഈ 1956 ഭരിച്ച വരി, അത് ചരിത്രത്തിൻ്റെ ഒരു വരിയല്ല. ഇതൊക്കെ ഈ കാലത്തെ രാഷ്ട്രീയം മാത്രമാണ്. തിരുവനന്തപുരത്തിൻ്റെ രാജകുടുംബം എവിടെയാണ് ഭരിച്ചത്? നിങ്ങൾക്കറിയാമല്ലോ, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലത്തെ വിളവൻകോട്, കൽക്കുളം, തോവള, അഗീതേശ്വരം താലൂക്കൊക്കെ തിരുവനന്തപുരം കിങ്ഡമിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് പത്മനാഭപുരം പാലസ് കാണാൻ പോകുമ്പോൾ, ആ കൊട്ടാരം കാണാൻ പോകുമ്പോൾ കേരളത്തിലെയും തമിഴ്നാടിനെയും ഒരേ ഒരു ബ്ലെൻഡ് കാണുമായിരുന്നു. പല ഭാഗങ്ങളും അതിപ്പോൾ തമിഴ്നാട്ടിലാണ്, പക്ഷെ അത് കേരളത്തിൻ്റെ ഒരു ആർക്കിടെക്ചർ ജീനിയസും അതിൽ കാണാം. അതുപോലെ തന്നെ ഇറഞ്ഞ്, ഉൾത്തറ, മാർത്താണ്ഡം, ഇതൊക്കെ എന്താണ്? കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ശരിക്ക് ഒരു ബന്ധത്തിൻ്റെ അടയാളങ്ങളാണ് ഈ സ്ഥലങ്ങളൊക്കെ. അതുപോലെ തന്നെ ചരിത്രം കൂടി ഇപ്പോൾ കീഴടിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സ്കവേഷൻസ് നടക്കുന്നു, കേരളത്തിൽ പട്ടണത്തിൽ നടക്കുന്നു. ഇതിലെല്ലാം ശരിക്ക് സ്ഥാപിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് സംസ്ഥാനത്തിനിടയിലുള്ള ബന്ധങ്ങളും. ഒരേ ചരിത്രവും നമ്മൾ പങ്കെടുത്തിട്ട് എത്ര വർഷങ്ങളായി നിൽക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഭാഷ, തമിഴും മലയാളവും ഇപ്പോൾ രണ്ടിനെയും ശ്രേഷ്ഠ ഭാഷയായിട്ട്, ക്ലാസിക്കൽ ലാംഗ്വേജസ് ആയിട്ട് നമ്മുടെ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ദീസ് ആർ ലാംഗ്വേജസ് ആർ കസിൻസ്. ഒരേ വേരുകൾ, ഒരേ കഡൻസ്, ഒരേ രൂപമുള്ള ഭാഷകളാണ്. തമിഴ് നമ്മൾ മലയാളം സാഹിത്യത്തിലും മലയാളം ഭരണത്തിലും ഉപയോഗിച്ചൊരു ഭാഷയാണ്. സംഘം പീരിയഡിലൊക്കെ എന്തായിരുന്നു വ്യത്യാസം? ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സാഹിത്യത്തിനിടയിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ നേരിട്ടെങ്കിലും നിങ്ങളെല്ലാവർക്കും അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. എല്ലാ വിധത്തിലും ഒരു ഷെയർഡ് ഇമാജിനേഷൻ, നമ്മുടെ ഒരേ ഒരു സങ്കല്പമാണ് രണ്ട് കൾച്ചറിലും കാണുന്നത്. അതിനൊപ്പം ശരിക്കും ഒരേ ഒരു ധാർമ്മിക യൂണിവേഴ്സ്, ഒരു മോറൽ യൂണിവേഴ്സ് നമുക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഒരു സംശയവും വേണ്ട, ആ സൗന്ദര്യം തമിഴ്നാട്ടിലും കേരളത്തിലും ഒന്നുപോലെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആദിവാസികളുടെ കഥ എന്താണ്? കാണി ട്രൈബ് രണ്ട് ഭാഗത്തുമുണ്ട്, തമിഴ്നാടുണ്ട്, കേരളത്തിലുണ്ട്. നമ്മുടെ ഓരോരോ രീതികൾ, നമ്മുടെ പരമ്പര. എൻ്റെ മണ്ഡലത്തിൽ തിരുവനന്തപുരത്തിൽ ആറ്റുകാൽ പൊങ്കാല, അത് തമിഴ്നാടിൻ്റെ പൊങ്കാൽ ഫെസ്റ്റിവലിൻ്റെ ഒരു എക്കോ പോലെയാണ് കാണുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം ഞങ്ങൾ വലിയ അഭിമാനമായിട്ടാണ് പറയുന്നത് എൻ്റെ മണ്ഡലത്തിൽ തിരുവനന്തപുരത്തിൽ. പക്ഷെ അതിനെ കെട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? തഞ്ചാവൂരിൻ്റെ സ്റ്റൈലാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വിധത്തിലും ശരിക്കും നമ്മളുടെ ബന്ധം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളികൾ പഴനിയിലും രാമേശ്വരത്തും എപ്പോഴും പോകുന്നുണ്ട്. തമിഴ്മാരെ ശബരിമലയിലും ഗുരുവായൂരിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരേ കഥയില്ല. മലയാളികൾ വേലങ്കണ്ണിയിൽ പോകുന്നു, തമിഴന്മാർ കുരിശുമലയിൽ വരുന്നു. ഒരു വ്യത്യാസം രണ്ടുപേരും കാണുന്നില്ല. അപ്പോൾ ഒരു സംശയവും വേണ്ട, ഈ കുടിയേറ്റം, മൈഗ്രേഷൻ രണ്ട് സംസ്ഥാനങ്ങളിലുള്ളത് പ്രവർത്തനത്തിനോ കച്ചവടം ചെയ്യാനോ പ്രാർത്ഥിക്കാനോ കാരണം പോട്ടെ, ആ ബന്ധം എപ്പോഴും ഉണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും മലയാളികളായിട്ട് തമിഴ്നാട് ഇരിക്കുമ്പോൾ ശരിക്ക് കോമൺ ഹെറിറ്റേജിൻ്റെ ഒരു ഇൻഹെറിറ്റേഴ്സാണ് നിങ്ങൾ. അതിനും ഞാൻ ഇന്ന് ഒരിക്കലും കൂടി പറയും. ഞാൻ ദീർഘമായി സംസാരിക്കാതെ മറ്റു കുറച്ച് കൂടുതൽ പറഞ്ഞു.
ശരി, മലയാളിയായിട്ട് തമിഴ്നാട്ടിൽ നിൽക്കുമ്പോൾ MGR-നെ കുറിച്ച് മറക്കാൻ സാധിക്കുമോ? കേരളം ഒരു മുഖ്യമന്ത്രിയും കൂടി കൊടുത്തിട്ടില്ല ഈ സംസ്ഥാനത്തിന്. ഹീറോയിൻ്റെ ഒപ്പം ഒരു വില്ലനും കൊടുത്തില്ല. M. നമ്പ്യാർ എവിടെ ഈ സംസ്ഥാനത്തിന് ബന്ധമാണ്. അതുപോലെ തന്നെ തമിഴ്നാട് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? രാമയ്യൻ നിറവ തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷെ അദ്ദേഹമാണ് കേരളത്തിൽ ഭരണത്തിനെ മാറ്റിയത് ഒരു തമിഴനായി. ഞാൻ ഇനി നിങ്ങളോട് ഒരു വാക്കും കൂടി പറഞ്ഞ് അവസാനിക്കാം. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അയൽവാസികൾ മാത്രമല്ല, സഹോദരന്മാരും തന്നെയാണ്. നമുക്ക് എല്ലാ വിധത്തിലും ശരിക്ക് ഒരേ മരത്തിൻ്റെ ശാഖയാണ് നമ്മൾ. ഒരേ പൂന്തോട്ടത്തിൻ്റെ പുഷ്പങ്ങളാണ് കേരളവും തമിഴ്നാട്. ഒരേ സംസ്കാരത്തിൻ്റെ മക്കളാണ് മലയാളികളും തമിഴന്മാരും. അതുകൊണ്ട് ശരി, വ്യത്യാസങ്ങളുണ്ട്, ഒരു സംശയവും വേണ്ട. പക്ഷേ നമ്മുടെ വേരുകൾ ഒന്നാണ്. നമ്മൾ ഒരേ ഭൂമിയിൽ ഒരേ മണ്ണിൽ നമ്മൾ വന്നതാണ്. അതുകൊണ്ട് ഈ കൺഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഇൻ തമിഴ്നാട്, CTMA എന്ന് പറഞ്ഞൊരു സംഘടന, ശരിക്കും നമ്മുടെ 3000 വർഷത്തിൻ്റെ യാഥാർത്ഥ്യത്തിനെ ഒരു സംഘടനത്തെ രൂപത്തിലാക്കിയിട്ട് 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഭാവിയിലും ആ ബന്ധം ശക്തമായി വരട്ടെ. ഞാനൊരു തിരുവനന്തപുരത്ത് പ്രതിനിധിയായിട്ട് പറയട്ടെ, എൻ്റെ മണ്ഡലത്തിൽ ഇപ്പോൾ കെട്ടിയ വിഴിഞ്ഞം തുറമുഖ്, അവിടുന്ന് നമുക്ക് ഓരോരോ ഭാഗത്ത് ലോകത്ത് ദുബായിൽ നിന്ന് സിംഗപ്പൂർ കൊളംബോ എന്നൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ തമിഴ്നാട് എത്തിക്കാൻ നല്ല സമയം ലാഭമുണ്ടാവും. വിഴിഞ്ഞം വഴിക്ക് വിഴിഞ്ഞത്ത് ചെന്നൈ വരെ നമുക്ക് എല്ലാ വിധത്തിലും പാതകളും റെയിൽവേ ലൈൻസും ഒക്കെ കെട്ടാനുള്ള ഇനിയും ബാക്കിയുണ്ടെങ്കിലും ഇതൊക്കെ ഭാവിയെ നമ്മൾക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു വികസനമാണ് കേരളത്തിൽ തുടങ്ങുന്നത്. So all I can say is, may the bonds between Tamil Nadu and Kerala continue to deepen, and may CTMA continue to be a bridge for this relationship. May every Malayali in Tamil Nadu and every Tamil in Kerala remember that you are not outsiders, you are insiders in a shared story. ഇന്നത്തെ ഓണം ആഘോഷത്തിന് എൻ്റെ ഹൃദയം താഴ്ന്ന ആശംസകൾ എല്ലാവർക്കും. ഓണത്തിനും നിങ്ങളുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും സ്നേഹവും എല്ലാ വിധത്തിലും ഈ വർഷം ആരംഭിക്കട്ടെ. എന്നിട്ട് ഇന്ന് വൈകുന്നേരത്തെ ആഘോഷം ഊർജയോടും സന്തോഷത്തോടും പാട്ടും എല്ലാ ജോയിനോട് നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഒരിക്കലും കൂടി എന്നെ ക്ഷണിച്ച എൻ്റെ CTMAക്ക് നന്ദി പറഞ്ഞിട്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ ആളാണ് ആര്യ. കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയായ അദ്ദേഹം 4ാം ക്ലാസ്സിന് ശേഷം വളർന്നത് ചെന്നൈയിലാണ്. ആര്യയായതും ചെന്നൈയിൽ വെച്ചാണ്. വീട്ടിൽ മലയാളം മാത്രം സംസാരിച്ചിരുന്ന അമ്മൂമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹപ്രകാരമാണ് അദ്ദേഹം മലയാള സിനിമയിൽ അഭിനയിച്ചത്. ഉറുമി എന്ന ചിത്രം. അതിനുശേഷം ഡബിൾ ബാരൽ, 18-ാം പടി, ദി ഗ്രേറ്റ് ഫാദർ. ഞങ്ങൾ ആദ്യം ഒന്ന് ആദരിക്കും, അതിനുശേഷം സംസാരിക്കും. ഇനി അനന്തൻകാട് വരാനിരിക്കുന്നു. ഫിറ്റ്നസ് ഫ്രീക്കായ ആര്യയ്ക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ചോക്ലേറ്റ്സ് ആണത്രേ. വെള്ളാരം കണ്ണുകളിൽ തിളക്കവുമായി ഒരു കള്ളച്ചിരിയോടെ സ്ക്രീനിൽ കാണാനുള്ള ആര്യയ്ക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ആര്യയെ പൊന്നാടെ അണിയിച്ച് ആദരിക്കാനായി ശ്രീ സോമൻ കൈതക്കാട് അവർകളോട് അഭ്യർത്ഥിക്കുന്നു. കുമാർ അവർകളോടും അഭ്യർത്ഥിക്കുന്നു. നമ്മളോട് സംസാരിക്കാനായി ശ്രീ ആര്യ. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരു ഡീഫോൾട്ട് ചീഫ് ഗസ്റ്റ് ആയിരുന്നു. இப்போ பிரவீன் பிரசிடென்ட் ஆனதுக்கப்புறம் எல்லா வருஷம் இங்கே கூட்டிகிட்டு வந்துடுவார்னு நினைக்கிறேன். பட் அவர் சொன்னது ஒரு உண்மையான ஒரு விஷயம் என்னென்னா, ஹி வாண்டட் டு மேக் எ டிஃப்ரென்ஸ் டு CTMA. கண்டிப்பாக அவர் பண்ணியிருக்காருன்னு நினைக்கிறேன். நீங்கள் தான் சொல்லணும். ஸோ அந்த ஒரு எஃபர்ட் போட்டு CTMA பெரிய லெவலில் நான் ஏன் தமிழில் பேசுகிறேன்னா, இங்கே இருக்கிற மலையாளி யாராவது கரெக்டாக தமிழில் பேசுகிற மாதிரி அவர் இருக்கணும். ஸோ அதனால தான். ஸோ அண்ட் மை மலையாளம் இஸ் நாட் தட் குட், ஸோ ப்ளீஸ் பேர் வித் மீ. ஸோ அந்த ஒரு தாட் அது ஆக்சுவலாக நான் இருக்கும்போது அந்த டெசிஷனை எடுத்திருந்தார். ஏன்னா அவர் நிறைய வருஷமாக எனக்கு அவரை தெரியும்.
நான் அவர்கிட்ட கேட்ட ஒரே ஒரு விஷயம் தான், ஏற்கனவே நிறைய பிரச்சனை இருக்குது, இந்த இதுலேயும் இது பண்ணுமான்னு கேட்டேன். பட் he was very passionate. He wanted to do a lot to the CTMA association. So I'm very happy and proud to come every year. எல்லா வருஷம் நான் வந்துடுறேன். ஏன்னா எனக்கு வந்து ஒரு பெரிய ரெக்கக்னிஷன். இப்போ வந்து மலையாளி சசி சதுரு சார் வந்து ஒரு பெரிய ஒரு ஐடென்டிட்டி, மலையாளினாலே வந்து ஒரு பெரிய ஐடென்டிட்டி. நம்ம வந்து ஒரு நேஷ்னல் லெவலில் ரெஸ்பெக்ட் பண்ண, இன்டர்நேஷ்னல் லெவலில் ரெஸ்பெக்ட் பண்ணக்கூடிய ஒரு ஆள் அவர் தான். ஸோ வெரி ஹாப்பி டு பி ஹியர் சார். வெரி ஹாப்பி டு ஹேவ் யூ ஹியர் சார். தேங்க்யூ ஸோ மச். ஏன்னா அவரை பார்த்தோன்னே நான் வந்து ஒரு விஷயம் சொன்னேன், சார் நீங்கள் பண்ண ஆடெல்லாம் செம்மையாக இருக்குது, அந்த கிரிக்கெட் ஃபுட்பால் ஆட்ஸ் எல்லாம் வந்து சூப்பராக இருக்குது, இட் வாஸ் வெரி இன்ட்ரெஸ்டிங் சொன்னேன். ஸோ ஆனால் எனக்கு இன்னைக்கு தான் ஒரு விஷயம் புரிஞ்சுது. ஏன்னா அவரை பார்த்தோன்னே அவர் பேசுகிற இங்கிலீஷே புரியாது, ரொம்ப கஷ்டமாக இருக்கும். ஆனால் இன்றைக்கி தான் எனக்கு தெரிஞ்சது அவர் மலையாளத்தில் பேசினாலே இங்கிலீஷ் மாதிரி தான் இருக்குன்னு. ஸோ அப்போ தான் புரிஞ்சது, ஓகே அப்போ கண்டிப்பாக எங்களுக்கு வந்து அவரோட இங்கிலீஷ் புரியாதுன்னு. பட் வெரி ஸ்வீட் ஆஃப் ஹிம் டு கம் ஹியர் பிகாஸ் I know he's too busy, but he made an effort to come and make everybody proud. So happy and kandipa அடுத்த வருஷம் நம்ம பார்க்கலாம். Thank you.